പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി ലഘൂകരിക്കുകയും ചെയ്തു. അതേസമയം ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയ ക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി. നേരത്തെ തൊഴിൽ സമയ ക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതുതായി ഇറക്കിയിരിക്കുന്ന മുന്നറിയിപ്പുകളുടെ ക്രമം നോക്കുമ്പോൾ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അത്യുഷ്ണമായിരിക്കും കേരളത്തിൽ എല്ലായിടത്തും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ ചൂട് പൊതുവെ എല്ലാ ജില്ലകളിലും കുറയാൻ പോകുന്നു എന്നാണോ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഉണ്ടായിരുന്ന കൊടും ചൂടിന് നേരിയ ശമനമുണ്ടാകുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലായിരുന്നു നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പ്രധാനമായും പാലക്കാട്, കോഴിക്കോട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് താപനില വർദ്ധിക്കാനുള്ള സാധ്യത. പാലക്കാട് ജില്ലയിൽ ഈ തിങ്കളാഴ്ച വരെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ കോഴിക്കോട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ 37 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാനും ഒരു സാധ്യതയുണ്ട്. മെയ് 8 തന്നെ വേനൽ മഴ എത്തുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന കാര്യം. ഈ മാസം പകുതിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചൂടിന് ശമനമാകുമെന്നതുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ തന്നെ കണക്കുകൂട്ടൽ. മറ്റൊരു കാര്യം ഈ കള്ളക്കടൽ പ്രതിഭാസമാണ്. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ഈ കേരളത്തിന്റെ തീരമേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രമാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇത് പിൻവലിച്ച് ഓറഞ്ച് അലർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും തീരമേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും സമുദ്ര ഗവേഷണ വകുപ്പും നൽകിയിരിക്കുന്ന കാര്യം. 1.5 മീറ്റർ വരെ ഉയരത്തിൽ വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരമേഖലകളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത വേണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും തീരത്തും കരയിലും കടലിലും ഒരുപോലെ ചൂട് ബാധിച്ച ഒരു സാഹചര്യമാണ്. വൈകാതെ തന്നെ ഇതിന് ഒരു ശമനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.